നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കയ്യേറ്റത്തിൽ കേസെടുത്തു. മൂന്നാറിൽ ഒഴിപ്പിക്കൽ തുടരുന്നതിനിടെ അനധികൃത ഭൂമി കയ്യേറ്റത്തിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. കയ്യേറ്റത്തിൽ ഇടുക്കി വനം വകുപ്പ്, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജില്ലാ കളക്ടർ എന്നിവർക്ക് ചെന്നൈ ബെഞ്ചിന്റെ നോട്ടീസ്. അനധികൃത കയ്യേറ്റവും നിർമ്മാണങ്ങളും മൂന്നാറിന്റെ സമ്പന്നമായ ജൈവികതയെ ഇല്ലാതാക്കുന്നുവെന്ന് ട്രൈബ്യൂണൽ. എല്ലാ പരിസ്ഥിതി നിയമങ്ങളും ലംഘിച്ചുള്ള കയ്യേറ്റങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും നിരീക്ഷണം. കേസ് അടുത്ത മാസം 3-ന് പരിഗണിക്കും. മൂന്നാറിൽ വിറച്ച് നിയമസഭ. മൂന്നാർ വിഷയത്തിൽ നിയമസഭയിൽ 2-ാം ദിവസവും പ്രതിപക്ഷ ബഹളം. എം മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തെ ന്യായീകരിച്ച് വീണ്ടും മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ പ്രസംഗത്തെ വളച്ചൊടിച്ചു. സമരക്കാർ ആരോപിക്കുന്നത് പറയാത്ത കാര്യങ്ങൾ. മണി ഖേദം പ്രകടിപ്പിച്ചതിനാൽ ചർച്ചയുടെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. മൂന്നാറിൽ സമരം ചെയ്യുന്നവർക്കെതിരെ അനാവശ്യമായി കേസെടുത്തിട്ടില്ല. പോലീസ് നടപടി ഗതാഗതം തടഞ്ഞതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും. പെമ്പിളയൊരുമേ സമരത്തിന് ജനപിന്തുണയില്ലെന്നും പ്രതിഷേധത്തെ സംഘടനാ നേതാക്കൾ തള്ളിപ്പറഞ്ഞെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് MLA-മാർ. പാപ്പാത്തിച്ചോലയിൽ കുരിശു പൊളിച്ചത് മുഖ്യമന്ത്രി അറിയാത്തത് കൂട്ടുത്തരവാദിത്തമില്ലാത്തതിനാലെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് അറിയാതെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി അപഹാസ്യനാവുകയാണെന്നും രമേശ് ചെന്നിത്തല. സർക്കുലർ തിരുത്തി സർക്കാർ. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ സർക്കുലർ റദ്ദാക്കി സർക്കാർ. യൂണിറ്റ് തലത്തിൽ വരുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കാൻ SP-മാർക്കും DYSP-മാർക്കും അനുമതിയില്ല. എല്ലാ പരാതികളും ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കാനും നിർദ്ദേശം. വിവിധ വിഷയങ്ങളിൽ ഇനി കേസെടുക്കാനാവുക വിജിലൻസ് മേധാവിയുടെ അന്തിമ പരിശോധനയ്ക്ക് ശേഷം. ആഭ്യന്തര സെക്രട്ടറി പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ അന്വേഷണത്തിന് ഉത്തരവിടും മുമ്പ് വകുപ്പ് മേധാവിയുടെ അനുമതി തേടണമെന്നും നിർദ്ദേശം. BJPക്ക് ഹാട്രിക് ജയം. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെയും കോൺഗ്രസിനെയും നിലംപരിശാക്കി BJP വൻ വിജയത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് നടന്ന 3 കോർപ്പറേഷനുകളിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മികച്ച ലീഡ്. വോട്ടെണ്ണൽ പൂർത്തിയാകാനിരിക്കെ ആം ആദ്മി 2-ാമതും കോൺഗ്രസ് 3-ാം സ്ഥാനത്തും. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് അജയ് മാക്കൻ. രാജിക്കത്ത് സോണിയയ്ക്കും രാഹുലിനും ഉടൻ കൈമാറും. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലായ വിധിയിൽ ആം ആദ്മി സർക്കാർ അധികാരമൊഴിയണമെന്ന് BJP. ജനം സർക്കാരിനെ തിരസ്കരിച്ചെന്നും പ്രതികരണം. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2760 രൂപ, പവൻ 22,080 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.